ഹായ് ഹലോ അസ്സാം വലൈക്കും എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ റെസിപ്പി ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി തന്നെയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ കേരളത്തിൽ ഒരുപാട് ടൈപ്പുള്ള റെസിപ്പി ഉണ്ട്. ബ്രേക്ക്ഫാസ്റ്റിന് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരുപാട് ടൈപ്പുള്ള അപ്പങ്ങളുണ്ട്. അപ്പോൾ ആ ഒരു ടൈപ്പിൽ ഒരു അപ്പം തന്നെയാണ് കേട്ടോ ഇതും. മറ്റുള്ള നാട്ടിൽ നിന്ന് നമ്മൾ കേരളത്തിൽ നോക്കിയാൽ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് തന്നെയാണ് കേട്ടോ അധികം ആൾക്കും ഇഷ്ടപ്പെടും. അപ്പോൾ ഈ ഒരു അപ്പത്തിന് ഞാൻ ഉഴുന്നോ ബേക്കിംഗ് പൗഡർ ബേക്കിംഗ് സോഡ അങ്ങനെയൊന്നും ചേർക്കാതെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം, വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഇവിടെ ഞാൻ കാണിക്കുന്നത് 2 ടൈപ്പുള്ള ദോശയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഞാൻ പച്ചരിയാണ് എടുത്തിട്ടുള്ളത്. അതിനായിട്ട് 3 കപ്പ് പച്ചരി എടുത്തിട്ടുണ്ട്. അത് 4 മണിക്കൂർ മുന്നേ കുതിർത്ത് വെച്ച് വൃത്തിയാക്കിയെടുത്ത പച്ചരിയാണ്. ഇനി നമ്മൾക്ക് ഇതൊന്ന് മിക്സിയിൽ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് തേങ്ങയും കൂടി ആവശ്യമുണ്ട്. അപ്പോൾ ഒരു വലിയ തേങ്ങയുടെ പകുതിയാണ് ഞാൻ എടുത്തത്. അപ്പോൾ 1/4 കപ്പോളം തേങ്ങയുണ്ട്. അത് നമുക്കിത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ ഒരു അരി 2 പ്രാവശ്യമായിട്ടാണ് കേട്ടോ അരച്ചിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ പകുതി തേങ്ങ ഇതിലേക്ക് ഇട്ടിട്ടുണ്ട്. പിന്നെ ഇതാ ഞാൻ കുറച്ച് തേങ്ങാപ്പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. 1 കപ്പോളം തേങ്ങാപ്പാലും കൂടി ഒഴിച്ച് ഈ ഒരു ബാറ്റർ നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. അപ്പോൾ ഇതാ ഈ ഒരു ലൂസിലാണ് ഉണ്ടത്. ഒരുപാട് ലൂസാക്കാൻ പാടില്ല, കുറച്ച് കട്ടിയിൽ തന്നെയാണ് നമുക്ക് വേണ്ടത്. ഇനി അടുത്ത ബാച്ചും നമുക്ക് ഇതേപോലെ ഇട്ട് ബാക്കിയുള്ള തേങ്ങയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനിയിപ്പോൾ ഇതാ നമ്മുടെ ബാക്കി വന്ന അരിയും ബാക്കിയുള്ള തേങ്ങയും കൂടി ഇതിലേക്ക് ഇട്ട് പിന്നെ ഇത് അരക്കപ്പോളം വെള്ളം കൂടി ഒഴിച്ച് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. കുറച്ച് കട്ടിയിൽ തന്നെയാണ് കേട്ടോ നമ്മൾ ഇത് അരച്ചെടുക്കുന്നത്. അപ്പോൾ അതാ നമ്മൾ രണ്ടാമത്തെ ബാച്ചും കൂടി അരച്ചിട്ട് ഇതേ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ കുറച്ച് വലിയ പാത്രത്തിലാണ് ഒഴിക്കേണ്ടത്, കുറച്ച് കുഴിയുള്ള പാത്രത്തിൽ. അപ്പോഴേ നമ്മുടെ അരിയൊക്കെ അരച്ച് കഴിഞ്ഞാൽ കുറച്ച് പൊങ്ങി വരുള്ളൂ കേട്ടോ. അപ്പോൾ അങ്ങനെ അരച്ചിട്ട് ഒഴിച്ചിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ആവശ്യം ചോറാണ്. 2 കപ്പ് ചോറ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് വളരെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ അരച്ചിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ നമ്മൾ വെള്ളം ഒഴിക്കുന്നത് നമ്മൾ ഈ ചോറൊന്ന് അരയാൻ വേണ്ടിയിട്ടുള്ള അത്രയും വെള്ളം മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. അതിപ്പോൾ എല്ലാം റെഡി ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ ഈ ചോറിന് പകരമായിട്ട് അവിയലെടുത്താലും മതി കേട്ടോ. നമ്മുടെ കയ്യിലുള്ള അവിയലാണെങ്കിൽ നിങ്ങൾക്ക് അവിയലെടുക്കുക, അല്ലെങ്കിൽ ചോറെടുക്കുക. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കാം. അപ്പോൾ അതാ നമ്മുടെ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മളിത് നല്ല ടൈറ്റായിട്ട് വെക്കണം. അപ്പോൾ തലേ ദിവസം തന്നെ അരച്ച് ഇതുപോലെയുള്ള നല്ല ടൈറ്റായിട്ട് നിൽക്കുന്ന ഒരു പാത്രത്തിലേക്ക് ഇറക്കി വെച്ച് കഴിഞ്ഞാൽ രാവിലേക്ക് നമുക്ക് പെട്ടെന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഇതുപോലെയുള്ള റൈസ് പോട്ട് ഇല്ലെങ്കിൽ നല്ല ടൈറ്റായിട്ട് ഒന്ന് മൂടി വെച്ചാൽ മതി. അപ്പോൾ ഇതിലേക്ക് നമ്മൾ ചേർത്തിട്ടുള്ളത് തേങ്ങാപ്പാലും തേങ്ങയൊക്കെ ആയതുകൊണ്ട് തന്നെ അധികം പുളിച്ച് സ്മെല്ലൊന്നുമില്ല, പക്ഷെ നല്ല രീതിയിൽ ആ ഒരു ഫെർമെൻറ്റേഷനൊക്കെ നടന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ഉപ്പാണ് ചേർക്കുന്നത്. പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയെടുക്കാം. ഈ ഒരു ദോശ ബാറ്റർ കൊണ്ട് നമുക്ക് 2 രീതിയിൽ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഞാനിവിടെ നമ്മുടെ അപ്പച്ചട്ടിയിലാണ് ഇപ്പോൾ ഉണ്ടാക്കുന്നത്. അതിലേക്ക് ഇതാ 2 തവി ഒഴിച്ചിട്ട് നമ്മൾക്കിതൊന്ന് അടച്ച് വെക്കാം. അടച്ച് വെച്ചാൽ അതിൻ്റെ ഉൾഭാഗമൊക്കെ വേവാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് കുറച്ച് കൂടുതൽ തന്നെ ഞാൻ മാവ് ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാ നോക്കി വെന്ത് കഴിഞ്ഞാൽ ഇതുപോലെ നല്ല പൊങ്ങി വന്നിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾക്ക് ഇത് വേണമെങ്കിൽ ഒന്ന് തിരിച്ചിട്ടിട്ടും ഒന്ന് വേവിക്കാം. ഇത് വെന്തിട്ടുണ്ടാവും, എന്നാലും ആ ഒരു മുകൾ ഭാഗം ഒന്ന് നല്ലൊരു പൊരിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാനൊന്ന് തിരിച്ചിട്ടും കൂടെ വേവിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ നമ്മുടെ ബൻ ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ ഉഴുന്നോ ഈസ്റ്റോ ഒന്നും ചേർക്കാതെയാണ് ഇത് ഉണ്ടാക്കിയത്. നല്ല സ്പോഞ്ചി ആയിട്ടുള്ള ദോശയാണ്. ഇനിയിപ്പോൾ ഇതാ നമ്മുടെ സാധാ ദോശ ഉണ്ടാക്കുക. അപ്പോൾ ഇതാ ഒരു പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് നമ്മളിതാ സാധാരണ ഒഴിക്കുന്ന പോലെ ആ ഒരു രീതിയിൽ തന്നെ ഒഴിച്ചെടുത്താൽ മതി. നല്ല സോഫ്റ്റ് എന്ന് വെച്ചാൽ നിങ്ങളിത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടാവും എത്രമാത്രം സോഫ്റ്റ് എന്നുള്ളത്. അപ്പോൾ ഇതും ഞാൻ അടച്ചു വെച്ചിട്ട് തന്നെയാണ് വേവിച്ചെടുക്കുന്നത്. കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം എത്രമാത്രം സോഫ്റ്റ്, നല്ല പഞ്ഞു പോലത്തെ ഉള്ള ദോശയാണ് കേട്ടോ. അപ്പോൾ ഇത് മസ്റ്റ് ട്രൈ ചെയ്ത് നോക്കണം, നല്ല ടേസ്റ്റും ഉണ്ട്. അപ്പോൾ ഈ ഒരു 2 ദോശയും നല്ല ടേസ്റ്റാണ്. നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കുക. നമ്മൾ ഇതിൽ ഈസ്റ്റോ ബേക്കിംഗ് പൗഡറോ ബേക്കിംഗ് സോഡയോ അങ്ങനത്തെ ഒന്നും ചേർക്കാതെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇതിൻ്റെ കൂടെ നല്ലൊരു ചട്നി കിട്ടിയാൽ തന്നെ മതി, വേറെ ഒരു കറിയും വേണ്ട. അടിപൊളി ടേസ്റ്റാണ്. ഈ ഒരു ചട്നിയുടെ റെസിപ്പി ഞാൻ മുമ്പ് അപ്ലോഡ് ചെയ്തതാണ്, കാണാത്തവരുണ്ടെങ്കിൽ കണ്ടോക്കെ. അപ്പോൾ ഈ ഒരു ദോശയുടെ ഉൾഭാഗം വെന്തിട്ടില്ല എന്ന് വിചാരിക്കുന്നവർക്ക് ഞാനിത് ജസ്റ്റ് ഒന്ന് പൊട്ടിച്ചിട്ടും കൂടി കാണിച്ചു തരാം. അപ്പോൾ നല്ല രീതിയിൽ തന്നെ വെന്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യണേ. ഇനി അടുത്ത നല്ല റെസിപ്പിയുമായി വീണ്ടും വരാം. ബായ്.